ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ അവസാനത്തെ 5 എപ്പിസോഡുകളാണ് ഈ പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സെക്കായ് ടെക്കായുടെ പ്രൊമോഷണൽ ആഡ് ആയിരിക്കും. മിയാഗി ഡോയിലെ സാമാൻഡ ലൂറൂസോ, കോബ്ര കൈയിലെ ടോറിയും അയൺ ഡ്രാഗൺസിലെ സാറയുമായിരിക്കും ഗേൾസിൽ നിന്നുണ്ടാവുക. ബോയ്സിൽ നിന്ന് ആക്സലും റോബിയുമായിരിക്കും നേർക്കുനേർ ഉണ്ടാവുക. അപ്പോൾ ഇവരുടെയൊക്കെ ഫൂട്ടേജ് അവർ തന്നെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയിലാണ് ജോണിയുടെ ഇൻ്റർവ്യൂ കാണിക്കുന്നത്. അത് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തന്നെ അവസാനിക്കും. ഇത് ഇത്രയേ ഉള്ളൂ, ഒരു മണിക്കൂർ തന്നെ ഇരുത്തി എടുത്തതാ. അതിൽ മിയാഗിയെക്കുറിച്ചൊക്കെ കാണിക്കുമ്പോൾ ഡാനിയലിന് ഭയങ്കര സന്തോഷമാവും. അതൊക്കെ തന്നെയായിരുന്നു അവൻ്റെയും ആഗ്രഹം. ടെറിയുടെ ഇൻ്റർവ്യൂവിൽ മിയാഗി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്നും ഞാൻ ഓർക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നൊക്കെ തള്ളിവിടുന്നത് ഡാനിയൽ കാണുന്നുണ്ട്. ശേഷം ടോറിയുടെ വീട്ടിലേക്ക് ക്രീസ് വരും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല, എനിക്കൊന്ന് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. ബാഴ്സലോണയിൽ ഒരു സെൻസെ എന്ന നിലയ്ക്ക് ഞാനൊരു പരാജയമായിരുന്നു. നിങ്ങളെ എല്ലാവരെയും എൻ്റെ യുദ്ധത്തിലെ സോൾജേഴ്സ് ആയിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. എനിക്കതിൽ കുറ്റബോധമുണ്ട്. കോൺ നമ്മളെ വിട്ട് പോയതിലും കുറ്റബോധമുണ്ട്. അവൾ കോബ്ര കൈയിൽ നിന്ന് ആരാ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല. ഞാൻ ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറി. ഇപ്പോൾ കോബ്ര കൈയിലുള്ള അവസാന കണ്ണി നീയാണ്. നിനക്ക് മത്സരിക്കാം, ചാമ്പ്യനുമാവാം. ഗുഡ് ബൈ പറഞ്ഞ് ആൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ ടൂർണമെൻറ്റ് നടക്കുന്ന ദിവസം വന്നെത്തും. റോബിയും മിഗ്വേലും ജോണിയും അവിടെ എത്തും. അവരുടെ തന്നെ ഓൾ വാലിയിൽ വെച്ചായിരിക്കും നടത്തുന്നത്. ഇവിടുന്ന് തന്നെയാണ് മിഗ്വേൽ ചാമ്പ്യനായിട്ടുള്ളതും. ആ സമയത്താണ് ക്രീസ് അവിടേക്ക് വരുന്നത്. ഞാനൊരു താങ്ക് യു പറയാൻ വന്നതാണ്. ബാഴ്സലോണയിൽ വെച്ച് എന്നെ സഹായിച്ചതിന്, കോബ്ര കൈ നശിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്ക്. പക്ഷേ നീ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല അഭിമാനമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ തന്നെ ഓർത്തെടുക്കുകയാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ വെച്ചായിരുന്നു അതിൻ്റെ തുടക്കം. പക്ഷെ അന്ന് നീ തോറ്റപ്പോഴും ഒരു ആണായിട്ടായിരുന്നു നീ അതിനെ ഹാൻഡിൽ ചെയ്തത്. ജോണി പെട്ടെന്ന് ഫൈറ്റ് തുടങ്ങാൻ സമയമായി, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ശേഷം അവിടെ റഫറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡാരിൽ വിഡാൽ. ഓൾ വാലിയിൽ ജോണിയുടെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്ത ആളായിരിക്കും അത്. 16 ഡോജോസിൽ നിന്നും അവസാനം 3 ഡോജോസ് മാത്രമാണ് അവശേഷിക്കുന്നത്. അയൺ ഡ്രാഗൺസ്, മിയാഗി ഡോ, കോബ്ര കൈ. ചോസൻ ഡാനിയലിനോട് കോബ്ര കൈക്ക് സെൻസേ ഇല്ല എന്ന കാര്യം പറയും. ടോറി ഒറ്റക്കായിരിക്കും ഫൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാവുക. ആദ്യത്തെ ഫൈറ്റ് അൺലിമിറ്റഡ് സ്കോറിംഗ് ആണ്. ഓരോ അടിക്കും ഓരോ പോയിന്റ് വീതം. 10 അടി കിട്ടിയാൽ നോക്ക് ഡൗൺ ആവും, 20 എണ്ണം കിട്ടിയാൽ നോക്കൗട്ട് ആവും. എല്ലാവരോടും ഒരു നേരത്തേക്ക് എഴുന്നേറ്റ് നമ്മളെ വിട്ടുപോയ കോണിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാനായി തുടങ്ങും. അങ്ങനെ മാച്ച് തുടങ്ങുന്നു. ആക്സലും റോബിയും തമ്മിലുള്ള റീമാച്ച് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ജോണി, കഴിഞ്ഞ മാച്ചിൽ എന്ത് സംഭവിച്ചെന്നോ എത്ര പേര് നിന്നെ നോക്കുന്നുണ്ടെന്നോ ഒന്നും നോക്കണ്ട. നീയും അവനും മാത്രം മാറ്റിലുള്ളൂ. നീ അതിനാണ് ട്രെയിൻ ചെയ്തു വന്നതും നീ അതിന് റെഡിയാണെന്ന് പറയൂ. സെൻസെ വുൾഫ് ആക്സലിനോട്, നീ അവനെ നോക്ക്. ബാഴ്സലോണയിൽ വെച്ചുള്ള നിന്റെ ഫൈറ്റ് കണ്ട് അവൻ നല്ല പേടിച്ചിരിക്കുകയാണ്. അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഫൈറ്റ് തുടങ്ങും. ആദ്യം തന്നെ റോബി സ്കോർ ചെയ്യുന്നു. ആക്സൽ സ്കോർ ചെയ്യുന്നു. റോബി അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ കുറേ കഷ്ടപ്പെടും. അങ്ങനെ 6-1 സ്കോർ അവസാനിക്കുന്നത്. ആ റൗണ്ട് അവസാനിച്ചു. ആക്സൽ തിരിച്ചു വരുമ്പോൾ സെൻസെ വുൾഫ്, നീ എന്താടാ ചിരിക്കുന്നത്? പെട്ടെന്ന് മോന്തക്കൊന്ന് കൊടുക്കും. ഒരടി പോലും വാങ്ങരുതെന്ന് പറഞ്ഞതല്ലേ. റോബി, അതൊരു മെഷീനാണ്, പിടിച്ചു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്നു. അതിൽ റോബി നന്നായി തന്നെ സ്കോർ ചെയ്യുന്നു. 5 പോയിന്റ്സ് ആയിരിക്കും നേടിയിട്ടുണ്ടാവുക. ഇപ്പോൾ കണ്ടില്ലേ, അവൻ മെഷീനല്ല, ഒരു മനുഷ്യനാണ്. ആക്സൽ, അവൻ ചെറുതാണേലും കുറച്ച് ഫാസ്റ്റാണ്. അപ്പോൾ അയാൾ ഓരോ എക്സ്ക്യൂസ് പറയണ്ട. ടെറി ഒരു സിഗ്നൽ കൊടുക്കും ആ സമയത്ത്. അപ്പോൾ വുൾഫ് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഞാൻ പറഞ്ഞത് ചെയ്യ്. അങ്ങനെ ഫൈനൽ റൗണ്ട് ആരംഭിക്കും.
അതിൽ റോബിയുടെ കാലിന് തന്നെ പരിക്ക് പറ്റും. അവൻ വേദന കൊണ്ട് നിലവിളിക്കും. അവൻ്റെ നീലായിരിക്കും ഇഞ്ചുറി പറ്റിയത്. നീ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് മിഗ്വേൽ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. ഡാനിയൽ ചെന്ന് എന്തുകൊണ്ട് അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നില്ല? അപ്പോൾ റെഫറി ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരും തലകീഴായി മാറ്റിലടിച്ച് വീഴുന്നതായിട്ടാണ്. അതുകൊണ്ട് പോയിന്റ്സ് കൊടുക്കാതിരിക്കാൻ മാത്രമേ പറ്റൂ. അങ്ങനെ റോബിയെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റും. ഇതൊക്കെ കണ്ട് മിഗ്വേലിന് ആക്സലിനോട് നല്ല ദേഷ്യം തന്നെ വരും. ഡാനിയൽ, ചോസൺ, നിനക്കത് ശരിയാക്കാൻ പറ്റില്ലേ? ഹീറ്റ് മസാജ് ഒരു മാജിക് ഒന്നുമല്ല. ഒടിഞ്ഞ എല്ലുകൾ നേരെയാവാൻ സമയമെടുക്കും. ടോറി, അവൻ ചീറ്റ് ചെയ്ത് തന്നെയാണ്. അവനെയും അവൻ്റെ മൊത്തം ടീമിനെയും ഞാൻ കൊല്ലും. റോബി, നീ നിന്റെ ഫൈറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യും. അവൾ അവനെയും ആശ്വസിപ്പിച്ച് അവിടുന്ന് പോകുന്നു. ജോണി, നീ ഓക്കെ അല്ലേ? അവൻ, എനിക്ക് ജയിക്കണമായിരുന്നു. അതിന് ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു. എൻ്റെ ലൈഫിൽ എനിക്കെല്ലാം നേടിത്തന്നത് കരാട്ടയാണ്. എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയതും ഗേൾ ഫ്രണ്ടിനെ കിട്ടിയതും എൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയതൊക്കെ അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ നീ ജയിച്ചടാ എന്നും പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നു. ശേഷം റോബി കീൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആക്സൽ ഫൈനൽസിലോട്ട് പോകുമെന്ന് അനൗൺസ് ചെയ്യും. കോബ്രക്കായി കോണിന് പകരം വേറൊരു ഫൈറ്ററിനെ റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ട് ആക്സൽ ബോയ്സ് ചാമ്പ്യനായി പ്രഖ്യാപിക്കപ്പെടും. പക്ഷേ അത് നാളത്തെ ഗേൾസ് സെമി ഫൈനൽ റൗണ്ട് കഴിഞ്ഞതിന് ശേഷമേ തീർപ്പാക്കുകയുള്ളൂ എന്നും പറയും. സ്കോർ ബോർഡ് നോക്കുമ്പോൾ മിയാഗിഡോയേക്കാളും എത്രയോ പോയിന്റ്സ് മുമ്പിലാണ് അയൺ ഡ്രാഗൺസ്. രണ്ടാം സ്ഥാനത്ത് കോബ്രക്കായി ആയിരിക്കുമുള്ളത്. അങ്ങനെ അന്നത്തെ മത്സരം അവിടെ അവസാനിക്കുന്നു. ശേഷം സാം നാളത്തെ ഫൈറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അവൾ, നാളെ ഞാൻ ജയിച്ചിട്ടും കാര്യമില്ല. ടോട്ടൽ സ്കോർ നമ്മളെക്കാളും കൂടുതൽ അവർക്കുണ്ട് എന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരിക്കും അവൾ. ശേഷം ഡാനിയൽ പുറത്തു നിൽക്കുന്ന സമയത്ത് കുറേ ശബ്ദങ്ങൾ അവൻ കേൾക്കാൻ തുടങ്ങും. കുറേ ദുഷ്ടശക്തികൾ അവനെ ആക്രമിക്കാൻ വരും. അതിനെ നേരിടാനായി നിൽക്കുന്ന സമയം പെട്ടെന്ന് അവിടേക്ക് രക്ഷകനായി മിയാഗി എത്തുന്നു. അത് കണ്ട് ഡാനിയൽ തന്നെ അന്തം വിടും. മിയാഗി എല്ലാത്തിനെയും അടിച്ചു നിരപ്പാക്കും. അവസാനം ഇവർ രണ്ടുപേരും ചേർന്ന് എല്ലാത്തിനെയും നേരിടുന്നു. അവിടുന്ന് ഡാനിയൽ, നിങ്ങൾ സെക്കായ് ടെക്കായിൽ ഫൈറ്റ് ചെയ്തെന്നും നിങ്ങൾ ഒരാളെ കൊന്നതും ഒന്നും പറയാതെ എന്നെ വിട്ട് പോയതെന്തിനാന്ന് അവൻ സങ്കടത്തോടെ ചോദിക്കും. നിങ്ങളുടെ പാത പിന്തുടർന്ന് എനിക്കിന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല. മിയാഗി, ഞാൻ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ? ജയിക്കും തോൽക്കും, അതിലല്ല കാര്യം. ഇനി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് ഡാനിയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ശേഷം സാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നീ ഇന്ന് ഫൈറ്റ് ചെയ്യുന്നില്ല എന്നല്ലേ? അതിലെനിക്കൊരു വിഷമവുമില്ല. അതൊരിക്കലും ഒരു വിട്ടുകൊടുക്കലായി കാണണ്ട. ചില സമയത്ത് ജയിക്കുന്നതിനേക്കാളും നല്ലത് തോറ്റു കൊടുക്കുന്നതാണെന്ന് പറയും. ഇതൊക്കെ കേട്ട ജോണി ചോദിക്കും, റോബിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവളും ഫൈറ്റ് ചെയ്യില്ല എന്നാണോ? റോബിക്ക് പറ്റിയതൊരു ആക്സിഡൻ്റ് അല്ലെന്ന് അറിഞ്ഞിട്ടും അവരെ വെറുതെ ജയിക്കാൻ വിടുകയാണോ? ഡാനിയൽ, ഞാൻ ഈ ടൂർണമെൻറ്റിലേക്ക് വന്നത് മിയാഗി എന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ അറിയിക്കാനാണ്. പക്ഷെ അയാളുടെ പാസ്റ്റ് അറിഞ്ഞപ്പോൾ ഞാൻ അപ്സെറ്റായി. പക്ഷെ ഒന്നാലോചിച്ചപ്പോൾ അവരും മനുഷ്യരാണ്, അവർക്കും തെറ്റുപറ്റും. നമ്മളാണ് അത് മനസ്സിലാക്കേണ്ടതും. ആ സമയം ജോണി ക്രീസിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതിൽ ജയിക്കുക എന്നതാണ് എൻ്റെ അവസാന ലക്ഷ്യം. എന്നിട്ട് ക്രീസ് പോകുമ്പോൾ അയാളുടെ പിന്നാലെ പോകുന്നു. ജോണി, ഇന്നലെ എന്തായിരുന്നു? എന്നെ പാസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു, ക്ഷമിക്കാൻ പറയുന്നു. എനിക്കറിയാം ഞാനത് അർഹിക്കുന്നില്ലെന്ന്. അങ്ങനെ പറഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ ജോണി, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. സ്ട്രെങ്ത്, കോൺഫിഡൻസ്, കരാട്ടെ എല്ലാം പഠിപ്പിച്ചു തന്നത് നിങ്ങളാണ്. അന്ന് ഞാൻ തോറ്റതിന് ശേഷം നിങ്ങൾ അന്നു മുതൽ എന്നെ ഒരു ലൂസർ ആയിട്ടാണ് കണ്ടു തുടങ്ങിയത്. അന്ന് ഞാൻ അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. നിങ്ങളെ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ നിങ്ങൾ എന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഞാൻ എന്നെ അല്ലാണ്ട് വേറെ ആരെയും വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കാരണമാണ്. ശേഷം സെക്കായ് ടെക്കായ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. സാമാൻഡ ലുറോസോ ഫൈറ്റ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതോടെ മിയാഗിഡോ കരാട്ടെ അവസാനിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു കയ്യടി കൊടുക്കുകയാണ് അവരെല്ലാം. കോബ്രക്കായിൽ കോണിന് റീപ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ ആക്സൽ അവിടെ ചാമ്പ്യൻ ആവുന്നതാണ്. പക്ഷേ കോബ്രക്കായിൽ ഇപ്പോൾ ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നിരിക്കുകയാണ്. ടീം കോബ്രക്കായിൽ ടോറി നിക്കോൾസിൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിഗ്വേൽ ഡയാസ് എന്ന് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ മിഗ്വേൽ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കോബ്രക്കായിലേക്ക് വരികയാണ്. ഇവരുടെ കോച്ചായി വരാൻ പോകുന്നത് 2 ടൈം ഓൾ വാലി ചാമ്പ്യനായ ഇവരുടെ പുതിയ സെൻസിയായി ജോണി ലോറൻസ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നു.
കോബ്രക്കൈ തുടങ്ങി വെച്ച ജോണി തന്നെ വീണ്ടും ഇവരെ ലീഡ് ചെയ്യാൻ പോവുമായിരിക്കും. ഇത് കണ്ട വൂൾഫ് ഇതെന്താ സംഭവിക്കുന്നത്, ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ടെറി അവനാണ് യഥാർത്ഥ കോബ്രക്കൈ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ടോറിയെ നോക്കി ക്രീസ് ഒന്ന് വഴങ്ങും. എല്ലാം ഇവരുടെയൊക്കെ ഒരു പ്ലാൻ ആയിരിക്കും ഇത്. അവിടുന്ന് ആക്സലിൻ്റെ നേരെ മിഗുവലിൻ്റെ ഒരു മരണ നോട്ടമുണ്ട്. അങ്ങനെ പുതിയ കോബ്രക്കൈ ടീം ഫോം ആയതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.